ഞാൻ പിന്നെ വിഷയത്തിലേക്ക് വരാറുണ്ട്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് പോകാന്നുള്ളതല്ല, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ ഞാൻ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നേരിട്ട് അർത്ഥം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തിനാണ് ഖുർആൻ വ്യാഖ്യാനം? ഒരു മിനിറ്റ്, ഞാൻ ഇത്ര നേരം പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞ എന്തിനാ അറിയാം? നിങ്ങൾ ഒരുപാട് ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ച ഒരാളെന്നുള്ള നിലക്കാണ്. ഇവിടെ ഞാൻ നിങ്ങളെ അപമാനിച്ചുകൊണ്ട് പറയുന്നു വിചാരിക്കരുത്. ഇബ്നു അബ്ബാസ് ലോകത്ത് ഒരു തഫ്സീറും എഴുതിയിട്ടില്ല. ഞാനത് എഴുതിത്തരാണ് കയ്യിൽ. ഇബ്നു അബ്ബാസ് തഫ്സീർ എഴുതിയിട്ടില്ല. പിന്നെ ഉള്ള ഇബ്നു അബ്ബാസിന്റെ പേരിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞതിന് പിൽക്കാലത്ത് എഴുതി വെച്ചാണ്. ഇനി പറയട്ടെ, അതിനെക്കുറിച്ച് ഇമാം സുയൂത്തി പറയുന്നത് റുവാത്തും മിൻ മജാഹിൽന, ജാഹിലീങ്ങളിൽ നിന്നുള്ള നിവേദനം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസിന്റെ ഒരു തഫ്സീർ ഇബ്നു അബ്ബാസ് പറയുന്ന ഇബ്നു അബ്ബാസ് എഴുതിയതല്ല. നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു നിവേദനങ്ങൾ പകർത്തി എഴുതി വെച്ചാണ്. ഞാനിത് പറയുന്നത് വെച്ചാൽ നിങ്ങൾ നല്ല പോലെ ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കണം. നിങ്ങൾക്ക് നല്ല ഇസ്ലാമിനോട് സ്നേഹമുണ്ട്, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കതിൽ സന്തോഷമുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാരും കിട്ടില്ല യുവാക്കളെ. പക്ഷെ നിങ്ങൾ നല്ലപോലെ പഠിക്കണം ആ കാര്യങ്ങൾ. ഇല്ല തന്നെ ഉണ്ടെന്ന് എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞത്? തഫ്സീർ ഉണ്ട്, അതിന്റെ പുറത്ത് അദ്ദേഹം അല്ല എഴുതിയിരിക്കുന്നത്, അത് മറ്റാൾ എഴുതിയെന്ന് അതിന്റെ പുറത്ത് എഴുതി വെച്ചില്ല. ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എടുത്ത് ഈ ഒരൊറ്റ കാര്യത്തിൽ തർക്കത്തിന് അവസാനം ഇടാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇബ്നു അബ്ബാസ് തഫ്സീർ എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്, ഈ തഫ്സീർ ഇബ്നു അബ്ബാസിന്റെ സാധനം ഉണ്ടല്ലോ, അവിടെ എത്തട്ടെ. അപ്പം ഞാൻ പറയാം, അപ്പം നിൽക്കണോടത്ത് എത്തട്ടെ. തഫ്സീർ ഇബ്നു അബ്ബാസ് എഴുതിയിട്ടില്ല എന്നപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിൽക്കണം സാഹിബ്, അല്ലാതെ എനിക്ക് മാത്രമാണ്. ഞാൻ തർക്കത്തിലേക്ക് വരികയില്ല. നമ്മളെന്താ പറയുക, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിലാണ് ചർച്ച ചെയ്യുന്നത്, തർക്കത്തിന് വേണ്ടിയല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി എന്ന് പറഞ്ഞപ്പോൾ എഴുതിയിട്ടില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ഇനി ഇബ്നു അബ്ബാസ് തഫ്സീറെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഇബ്നു തഫ്സീർ പലതും പറഞ്ഞിട്ടുണ്ട്, നിവേദനങ്ങളിലുണ്ട്. അത് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ടെങ്കിൽ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ ബുഖാരിയിലുണ്ട്, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ മുസ്ലിമിലുണ്ട്, ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ പല തഫ്സീറിന്റെ കിതാബുകളുണ്ട്, ഹദീസുകളുണ്ട്. അതേപോലെ തഫ്സീർ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് പറഞ്ഞ തഫ്സീറുകളെ മാത്രം ക്രോഡീകരിച്ചൊരു ബുക്കുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ല തഫ്സീറേ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനൊന്നും വാദങ്ങളൊന്നും എനിക്കില്ല. നമ്മൾ തർക്കത്തിലേക്ക് എവിടേക്കും പോയിട്ടൊരു കാര്യമല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനങ്ങൾ തഫ്സീർ, ഇനിയിപ്പോ തഫ്സീർ മൊത്തം തഫ്സീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുതിയിട്ടില്ല എന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെയാണോ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തിന്? അള്ളാഹു അദ്ദേഹത്തിന് ഖുർആന്റെ ജ്ഞാനം നൽകട്ടെ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്ഹു ഫിദ്ദീൻ എന്ന് ദുആ ചെയ്ത്, ആ ദുആന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇന്നതാണ് എന്ന് പറയാറുണ്ടായിരുന്നു. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ അർത്ഥം അല്ലാഹു നൽകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ എന്തായി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തായി? അതിന്റെ ജ്ഞാനം, അർത്ഥമല്ല, അതിന്റെ ജ്ഞാനം. ഫഖ് എന്ന് പറഞ്ഞാൽ അഗാധ ജ്ഞാനങ്ങൾ. ആ ജ്ഞാനം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതല്ല എന്ന് അതിൽ നിന്നല്ല വ്യക്തം. അതെങ്ങനെ വ്യക്തമായത്? വേറെ ആർക്കും ഖുർആന്റെ ജ്ഞാനം ഉണ്ടായിട്ടില്ല. അപ്പം അദ്ദേഹത്തിന് സവിശേഷമായ ജ്ഞാനം ഉണ്ടായി എന്നല്ല, അത് വേറെ ആർക്കും ഖുർആൻ മനസ്സിലാതെ എല്ലാവരും പോത്തുകളായിട്ടാണോ റസൂലുള്ളാഹിനെ അംഗീകരിച്ചത്? അല്ലല്ലോ, വേറെ എന്താണ് പറഞ്ഞത്? ഇബ്നു അബ്ബാസിന് മാത്രമേ ജ്ഞാനം കിട്ടി, വേറെ സഹാബത്തിനൊന്നും കിട്ടിയില്ലേ? ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹിനെ ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിരിക്കണം, ജ്ഞാനം കിട്ടി. ഇവിടെ ഖുർആൻ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കല്? അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ, ഒരുപാട് ആളുകൾ, ഒരുപാട് മുജദ്ദിദീകൾ എന്നുള്ള ചർച്ചയിലാണ് നമ്മൾ. മുജദ്ദിദീങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഖുർആനിന് നമ്മൾ നിങ്ങൾ തമ്മിലുള്ള ഒരു വിയോജിപ്പ് എന്താ? ഖുർആനിൽ നിന്ന് ഡയറക്റ്റ് അർത്ഥം മനസ്സിലാക്കാന്നുള്ളതുണ്ടല്ലോ. എന്നാ പിന്നെ അള്ളാഹു ഒരു ഖുർആൻ ഇറക്കി കൊടുത്താൽ പോലെ ഒരു പ്രവാചകനായി, അത് മുഹമ്മദ് നബി തന്നെ ആയിക്കോട്ടെ. ഇന്നലെ എന്താക്കുക, ഒരു ഖുർആനും ഇറക്കി കൊടുക്കുക. 1,24,000 അല്ലെങ്കിൽ 1,80,000 പ്രവാചകന്മാർ ആവശ്യകത ഉണ്ട്, മുജദ്ദിദീങ്ങൾ ആവശ്യകത ഉണ്ട്, ഇമാമിയങ്ങൾ ആവശ്യകത ഉണ്ട്. ഈ 1,24,000 അമ്പിയാക്കളിൽ 1,23,999 ഒഴിവാക്കിയിട്ട് റസൂലുള്ളാഹി മാത്രമാണ് ഖുർആൻ കൊടുക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു നബി വന്നിട്ടില്ല അതിന്റെ മുമ്പ്. റസൂലുള്ളാഹി മാത്രമാണ് ഖുർആൻ കൊടുക്കുന്നത്. അവരുടെ ആവശ്യം
എന്തെന്ന് ചോദിച്ചാൽ ഖുർആൻ വരുന്നതിന് മുമ്പുള്ള ലോകത്തിന് ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കലായിരുന്നു. അതിൻ്റെ ഉത്തരം എനിക്ക് പറയാനുള്ളതാണ്. ഖുർആൻ ഇതുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുജദ്ദിദീങ്ങൾ വന്നത് ഈ നിങ്ങൾ ഈ പറയുന്ന തഫ്സീറിൽ അതുണ്ട്, മറ്റൊരിതുണ്ട്, ഇതിൽ അതുണ്ട് എന്ന് പറഞ്ഞ് വാദിക്കണ കാലത്ത് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അള്ളാഹു എനിക്ക് നൽകിയ ജ്ഞാനം ഇതാണെന്ന് പറഞ്ഞ് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് മുജദ്ദിദീങ്ങൾ ചെയ്തത്. ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ എല്ലാം മൗലവിമാരും കൂടിയിട്ട് എന്താ പറയുക, ഇത് കാഫറാണെന്നാണ് പറഞ്ഞത്. മുജദ്ദിദീങ്ങൾ കാഫറാണെന്ന് ഫത്വ കൊടുത്ത്. കാരണം അവർ വിചാരിച്ച തഫ്സീറിന് എതിരായിരുന്നു. ഒരൊറ്റ മുജദ്ദിദിനും കുഫ്ർ ഫത്വ കിട്ടായിരുന്നിട്ടില്ല. ഇമാം ഷാഫിനെ, ഇമാം ഹനഫിനെ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ വരെ കാഫർ എന്നുള്ള ഫത്വ മാത്രമല്ല, അവരെ ജയിലിലൊക്കെ അടച്ചിട്ട് 25 കൊല്ലക്കാലം ജുമാ നിസ്കരിക്കാൻ പറ്റാത്ത കഥയൊക്കെ ഷാഫി ഇമാമിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വരുന്ന ആലിമീങ്ങൾ പറയുന്ന കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ആലിമാന്ന് പറയുന്നത്, അത് തെറ്റാണെന്ന് സ്ഥാപിച്ച് അള്ളാഹുന്ന് കിട്ടുന്ന ജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കൽ മുജദ്ദീങ്ങളുടെ ആവശ്യം. ഈ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഖുർആന്റെ അതായത് പരിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഖുർആനെന്ന് മനസ്സിലാവും. സാധാരണക്കാർ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണക്കാർക്ക് ജീവിത പറയുന്നത് ഇപ്പോൾ കാത്തമുന്നിൽ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്നിവിടെ ഒരു വാദം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരണം. അതായത് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരുത്തം വന്ന് കയ്യെത്തി ഇങ്ങനെ നിസ്കരിക്കുക ശേഷം അതിനാരെയും അംഗീകരിക്കുന്നു. ലോകത്ത് മറ്റേ 90% മുസ്ലിങ്ങളും ഖാത്തമുൻ നബിയും അന്ത്യപ്രവാചകൻ, വിശേഷിച്ച് അറബി അറിയാവുന്ന, അറബി സാഹിത്യത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള അറബികൾ പോലും മനസ്സിലാക്കിയത് അന്ത്യപ്രവാചകൻ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണ്? പ്രവാചകരുടെ മുദ്ര ശ്രേഷ്ഠം പിന്നുള്ള അർത്ഥമാണ്, അത് പിന്നെ വരുന്നത് പ്രവാചകന്മാരുടെ മുദ്ര. ഇനി ഞാൻ പറഞ്ഞോട്ടെ, 100% അറബികളും മുദ്ര എന്നേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ. അതിനെ ഞങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. 100% അറബികൾ, അറബി അറിയണമൊക്കെ. എന്തായാലും തെളിവ് അറിയോ? ഖുർആനിൽ തന്നെ ഖാത്തമിൻ്റെ പദം പ്രയോഗിച്ചിട്ടുണ്ട്, 8 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ അറബികളും, എല്ലാ അനറബികളും, എല്ലാ കാട്ടറബികളും മുദ്ര എന്നർത്ഥം കൊടുത്തു. ഖാത്തം എന്ന് ലോകത്ത് ഉപയോഗിച്ച എല്ലാ പദങ്ങൾക്കും മുദ്ര എന്ന അവസാനം അർത്ഥം എവിടെയും കൊടുത്തിട്ടില്ല. ഇവിടെ മാത്രം ഇത് കൊടുക്കുക, അവസാനത്തെ എന്നുള്ള ഉദ്ദേശമാണ് കൊടുത്തത്, അർത്ഥമല്ല പറയുന്നത്. അവസാനത്തെ പ്രവാചകൻ അല്ല അവസാനിപ്പിക്കുന്ന പ്രവാചകൻ എന്നുള്ള അർത്ഥം ഇവിടെ മാത്രമാണ് കൊടുത്തത്, അവസാനിപ്പിക്കുന്ന ഖാത്തമുൻ നബീന് മാത്രം. ചില മുസ്ലിങ്ങള് ഖാത്തമുൻ നബീൻ എന്നതിന് ഖത്തമുണ്ടല്ലോ, അതിന് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും കൊടുത്ത് മുദ്രാണ്. ഖാത്തം എന്നുള്ള ഖുർആനിലെ ഈ ആയത്തിനല്ലാത്ത ലോകത്ത് ഖാത്തം അറബി പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. കുറ്റിച്ചിറയുള്ള മക്ബറയുടെ മുകളിൽ വരെ എഴുതി വെച്ചിരിക്കുന്നത് ഖാത്തമത്തുൽ ഔലിയാൻ. ഈ കോഴിക്കോടുള്ള കുറ്റിച്ചിറയുള്ള ജിഫ്രി തങ്ങളുടെ മക്ബറയുടെ മുകളിൽ ഖാത്തമത്തുൽ ഔലിയാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ. ആയിക്കോട്ടെ, അല്ല ഞാൻ പറയുന്നത് ലോകത്ത് അതല്ല ഞാൻ പറയുന്നത്, അത് ഒരാൾ പറയുന്നതല്ല പറയുന്നത്. ലോകത്താരും അവസാനത്തേന്ന് ഖാത്തം എന്നുകൊണ്ട് പ്രയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതൊരാൾ പറഞ്ഞു എന്നല്ല പറയുന്നത്. ലോകത്ത് ആരെങ്കിലും ഒരാൾ ഖാത്തം എന്ന് സമൂഹനാമത്തോട് കൂട്ടിച്ചേർത്തിട്ട് ആ സമൂഹത്തിൽ അവസാനത്തെ എന്ന് പ്രയോഗിച്ചാൽ ഈ പറയുന്നത് ശരിയെന്നറിയാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, വാശിന്ന് പറയാം. അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅവീലിണ്ടല്ലോ. ഖണ്ഡിത വചനങ്ങൾക്ക് വിരുദ്ധമായിട്ട് കുഴപ്പങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഉദ്ദേശിച്ച് പോകുന്ന ആളുകളുണ്ട്. അതാണ് അവിടെ വരിക. ഖണ്ഡിത വചനങ്ങളിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ പ്രവാചകൻ വരാമെന്ന് കാണുമ്പോഴേ, വരൂല എന്ന് പറഞ്ഞ് വഴികേടിൻ്റെ വിശ്വാസമാണെന്നും ഖുർആനിൽ കാണുമ്പോഴേ, അതിനുശേഷം ഈ ആയത്തിന് റസൂലുള്ളാഹിന്റെ ശേഷം ഒരു നബിയും വരാൻ പാടില്ല എന്നുള്ള അർത്ഥം കൊടുത്താൽ ഖണ്ഡിത വചനത്തിന് വിരുദ്ധമായ അർത്ഥമാണത്. അപ്പോൾ ഖുർആൻ തന്നെ തെളിയിക്കുന്നു. പിന്നെ മുഴുവൻ ആളുകൾ ഈ ഖാത്തം എന്ന വാക്യം അറബിയിൽ അവസാനം എന്ന് പറഞ്ഞിട്ടേ ഇല്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഖാത്തം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ്? ഖത്തം എന്ന് പറഞ്ഞാൽ ഖത്തുമുൻ എന്ന് പറഞ്ഞാൽ മുദ്ര എന്നർത്ഥം. ഖത്തം ഖാത്തം എന്ന് ഖത്തം വേറെ, ഖാത്തം എന്ന് പറഞ്ഞാൽ മുദ്ര എന്നാണ് വാക്കിനർത്ഥം. അവസാനത്തേന്ന് അത് ഉപയോഗിക്കാറില്ല. മുദ്ര കൊണ്ട് സീലടിക്കും. സീലടിച്ചാൽ അത് അതറൈസ്ഡായി, അത് ആധികാരികമായി. അതിനുശേഷം വരാലോ. മുദ്ര അടിച്ചിട്ട് ഏതാണ് അവസാനിപ്പിക്കൽ? ലോകത്ത് ഏതാ മുദ്ര അവസാനിപ്പിക്കുന്ന മുദ്ര പറഞ്ഞാൽ എങ്ങനെ? ഒരു വീട്ടില് ആ വീട്ടിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് മുദ്ര. പിന്നെന്താ ചെയ്യാ? പിന്നെ ആരും കടക്കും. അവിടെ വരുന്നതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? അങ്ങോട്ട് ആരും പ്രവേശിക്കരുത്. അങ്ങനെയാണ്. പിന്നെ പോലീസ് കടക്കൂലേക്ക്. പോലീസ് അതായത് അങ്ങോട്ട് പ്രവേശിക്കരുത്. ആര്?
പ്രവേശിക്കരുത് എന്നുള്ളതിനല്ല, അത് ആരെങ്കിലും പ്രവേശിച്ചാൽ തിരിച്ചറിയാനാണ് മുദ്ര വെച്ചത്. പ്രവേശിക്കരുത് എന്നുള്ളതിന് മുദ്രയല്ല വെക്കുക, അതിന് പൂട്ടാടുക. മുദ്ര വെച്ച് കഴിയുമ്പോൾ അത് ആർക്ക് കൊടുക്കുക? വേറൊരാൾ ആ പൂട്ട് പൊളിച്ചാൽ പ്രവേശിച്ചത് അറിയാം മുദ്ര പൊളിച്ചുകൊണ്ട്. ഒരു പിന്നെ മെയിൻ സ്വിച്ചിൽ മീറ്ററിൽ ഒരു മുദ്ര ഉണ്ടാവും, പിന്നെ KCBയുടെ. ആ മുദ്രയുടെ അടുത്തത് തുറക്കാതിരിക്കാനല്ല, തുറന്നാൽ അറിയാതിരിക്കാനാണ്. പോലീസ് ഒരു സ്ഥലത്ത് സീൽ വെച്ചാൽ അതിൻ്റെ അർത്ഥം പോലീസാണ് അതറൈസ് ചെയ്തത്. ഇത് തുറക്കാനുള്ള അതറൈസേഷൻ പോലീസിനേ ഉള്ളൂ, അധികാരമുള്ളൂ, വേറൊരാൾക്ക് അധികാരമല്ല എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ അത് തുറക്കാൻ പാടില്ല, പിന്നെ തുറക്കാൻ കിട്ടൂല എന്നൊന്നും ആരും അർത്ഥമല്ല. പോലീസിന് അത് വന്ന് തുറക്കലുണ്ട്. എങ്ങനെ അങ്ങനെ നിങ്ങളും അവസാനത്തെ എന്നുള്ളതിന് അങ്ങനെ നിങ്ങളൊരു വ്യാഖ്യാനം പറഞ്ഞാൽ മതി. ഇന്നലെ ഞാൻ കൺവിൻസ് ആവും, ഇതേപോലെ കൺവിൻസ് ആക്കിയാൽ അങ്ങനത്തെ ഒരു സംവാദം തന്നെ ഉണ്ടാക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയാനുള്ളതാണ്, ഈ വിഷയങ്ങൾ നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളതാണ്. അതന്നെ എനിക്കും പറയാം. അങ്ങനെ നിങ്ങൾക്ക് എന്നോടും പ്രതീക്ഷിക്കാം, എനിക്ക് പറയാം അതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ദീനിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാവും. അതായത് അയാൾ അത് പറഞ്ഞുതരാൻ ബാധ്യസ്ഥനുമായിരിക്കും. ആണല്ലോ. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഹത്തം എന്ന് പറഞ്ഞതിന് അവസാനം എന്തില്ല, ഹാത്തം എന്നതിനില്ല. അല്ല, ഇപ്പൊ ഹത്തം ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇത് വെച്ച് അർത്ഥം നോക്കുകയാണെങ്കിൽ ഹത്തമുല്ലാഹു അലാ ഖുലൂബിഹിം പറയും, ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു. അതിനർത്ഥം എന്താണ്? സംഭവം കറക്റ്റ് അല്ലേ? ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു. ഇവിടെ ഹത്തം അതിനെന്താ ഇനി പറയട്ടെ, അതിനർത്ഥം തന്നെ ഹത്തമുല്ലാഹു അലാ ഖുലൂബിഹിം മുദ്ര വെച്ചു. ശരി, അവസാനിച്ചൊന്നുമില്ല. പറയട്ടെ, ഇനി ശ്രദ്ധിച്ചു. ഹത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനം എന്ന് പറയുന്ന സംഭവമില്ല, ഹാത്തമാണ് ചർച്ച. നിങ്ങളിപ്പോ എന്താണെന്നറിയോ, ഒരു പദം സംയുക്ത പദം ഉണ്ടാവും, ഒരു പദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവും. ആ രൂപത്തിന് അതിൻ്റെതായ അർത്ഥം കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലറബ് എന്ന് പറഞ്ഞാൽ അടി, മിളറബ് എന്ന് പറഞ്ഞാൽ വടിയാണ്. ഇത് വടീനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അടിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ സമയം ശരിയാകുക? ഹാത്തം എന്നുള്ള ഉപകരണ നാമമാണ്. അറബി ഭാഷകളിൽ ഇസ്മാലത്ത് എന്ന് പറയും, ഉപകരണ നാമമാണ്. അതിനെടുത്തിട്ട് പിന്നെ അതിൻ്റെ പ്രവൃത്തിനെ കുറിച്ച് നിങ്ങൾ വർത്തമാനം പറയണം. ഇപ്പോൾ ഹാത്തം എന്ന പദത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാണ് ഖത്തം. ഇനി ഖത്തമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ചെയ്യുക, പക്ഷെ അത് ഇവിടെ വിഷയത്തിൽ വരൂല. ഖാത്തം എന്നതാണ് പദം. ഖത്തം എന്ന് പറഞ്ഞാൽ ക്രിയയാണ്, ഖാത്തം എന്ന് പറഞ്ഞാൽ ഉപകരണ നാമമാണ്. രണ്ട് സാധനം വേറെയാണ്. അതിപ്പോൾ അതിനെ പറഞ്ഞ പിന്നെ ഫതഹ എന്ന് പറഞ്ഞാൽ തുറക്കലാണ്, മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോലാണ്. താക്കോലും തുറക്കലും വേറെ സംഗതി വേറെയല്ലേ. അപ്പോൾ താക്കോലിൻ്റെ അർത്ഥം പറയുമ്പോൾ തുറക്കലിൻ്റെ അർത്ഥം പറഞ്ഞാൽ സംഗതി തെറ്റും. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഖത്തമ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ ഖാത്തം എന്ന വാക്കിൽ നിന്നാണോ ഖത്തം ഉള്ളത്? ഏത് ഖത്തം എന്നുള്ള വാക്കിൽ നിന്നാണ് ഖാത്തം വന്നത്. ഖത്തം എന്ന വാക്കിൽ നിന്നാണ് അൽ ഖത്തം വത്തബ യുഖാലു അല വജ്ഹൈനി. ഖത്തം എന്നുള്ളതും തബ എന്നുള്ളതും രണ്ട് വിധത്തിൽ പ്രയോഗിക്കും. ഇമാം റാഗിബ് അസ്ഫഹാനി മുഫ്രദാത്തെ റാഗിബിൽ എഴുതിയാണ് ഞാൻ പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയാം കനക്ഷിൽ ഖാത്തമീൻ, ഖാത്തമിൻ്റെ അടയാളം പോലെയാണ്. അതായത് താസീറു ഷെയ് കനക്ഷിൽ ഖാത്തമി, ഒരു വസ്തുവിൻ്റെ അടയാളം വേറൊരു വസ്തുവിൽ പ്രതികരിപ്പിക്കാൻ കഴിവുള്ള ഖാത്തം സീലിനെ പോലെയാണ്. വേറൊന്ന് പറഞ്ഞത് അതിനർത്ഥം പറഞ്ഞ വസാനി അൽ അസറുൽ ഹാസിൽ, അതിൻ്റെ അടയാളം സ്വീകരിക്കപ്പെട്ട സീല്. ഇപ്പോൾ നമ്മൾ സീൽ അടിക്കാനുള്ള സീലൊന്ന് ഉപകരണം, അടുത്തത് സീലയില പതിക്കപ്പെട്ടിച്ചെങ്കിൽ അതിനും പറയും. വേറെ വന്ന് പറഞ്ഞത് യുത്തജബിദാലിക്ക താറത്തം ലിസ്തിസാഖി, മജാസിയായിട്ട് ആലങ്കാരികമായിട്ട് ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആലങ്കാരികമായിട്ടാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥത്തിൽ അവസാനിക്കാൻ. ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി പറയുന്നത്. ആലങ്കാരികമായിട്ട് പ്രയോഗിക്കും അവസാനിക്കുക എന്നുള്ളത്. അല്ലാതെ ഒരു സാധനത്തിന് ആലങ്കാരികമായിട്ട് ഒരാൾ നരി എന്ന് പറഞ്ഞാൽ അയാൾ നരിയാവില്ല. ആലങ്കാരിക ഖാത്തം എന്നുള്ളത് ആലങ്കാരികമായിട്ടാണ് ഉപയോഗിക്കുക അവസാനിപ്പിക്കുക എന്നുള്ളത്. ആലങ്കാരികമായിട്ട് ഇപ്പോൾ ഒരാളെ നോവലൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ പൂവ് എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമാണ്. അത് പൂവിനെ കണ്ടുകൊണ്ട് നമ്മൾ അത് പൂവാണെന്ന് പറഞ്ഞ് പോയി പറിക്കാൻ പറ്റില്ല. അതേപോലെ ഒരു നരി എന്ന് പറഞ്ഞാൽ കസേരയിൽ കുത്തിരിക്കുന്ന നരി എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാലും തലയും തരാൻ പറ്റില്ല. ആലങ്കാരികമാണ്. ഖത്തം അവസാനിപ്പിക്കുക എന്നുള്ള ആലങ്കാരികമായിട്ടല്ലാതെ നേർക്കുനേർ അവസാനിപ്പിക്കാൻ വേണ്ടി ഖത്തം ഉപയോഗിക്കാറില്ല, അറബിയിൽ ഉപയോഗിക്കാറില്ല, ഖാത്തം ഉപയോഗിക്കാറില്ല. പിന്നെ ബുഖാരിൽ ഹദീസില്ലേ, റസൂലുള്ളാഹിന്റെ ഒരു മുദ്ര ഉണ്ടാക്കാൻ വേണ്ടി ഖാത്തം എന്നാണ് പ്രയോഗിച്ചത്. രാജാക്കന്മാർക്ക് കത്ത് ചെയ്താൽ വേണ്ടി മുദ്ര ഉപയോഗിച്ചത്. റസൂലുള്ളാഹിന്റെ മുതുകിലൊരു ഖാത്തം ഉണ്ടായിരുന്നു. മുതുകിനെ അവസാനിപ്പിച്ചതൊന്നും അതിനർത്ഥമല്ല. ഇവിടെ ഒരു ഖാത്തം എന്നുള്ളത്
ഒരു ഖാത്തമുൻ നബി എന്നുള്ള ഒരു മുദ്ര അവിടെ ഉണ്ടായിരുന്നു, ഒരു അടയാളം അവിടെ ഉണ്ടായിരുന്നു എന്ന് ബുഖാരിയിൽ ഹദീസുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം അവസാനിപ്പിച്ചു എന്നല്ല. ഖാത്തമ് നമ്മൾ പലതിനും ഉപയോഗിക്കുന്നത്. 3ാം ക്ലാസ് LKG ബുക്കില്ലേ, മറ്റേ ഇവിടുത്തെ പിന്നെ മുജാഹിദ് പ്രസിദ്ധീകരിക്കുന്ന എന്തോന്ന് LKG ബുക്കിലുണ്ട് ഖാത്തമ് പറഞ്ഞിട്ടൊരു മോതിരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ അടിയിൽ ഖാത്തം എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവസാനിപ്പിക്കുന്ന സാധനം എന്നല്ല, മോതിരത്തിനും ഖാത്തം എന്ന് പറയും. അതിൻ്റെ മുകളിൽ അടയാളം. ആ കാലഘട്ടത്തിൽ മോതിരത്തിലായിരുന്നു സീലടിക്കാറ്. അങ്ങനെ അടിക്കാൻ വേണ്ടി രാജാക്കന്മാർ ഉപയോഗിച്ചത്. അത് മോതിരത്തിന് ഖാത്തം എന്ന് പറയും. അല്ലാതെ അവസാനിപ്പിക്കുന്നുള്ള അർത്ഥത്തിൽ എവിടെയെങ്കിലും അറബി ഏത് അറബി തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ആ അർത്ഥം തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഖുർആൻ പറഞ്ഞ അർത്ഥമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അല്ല വേറെ അർത്ഥം നമുക്ക് ഹദീസിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അതിന് നിങ്ങൾ എന്ത് ചെയ്യാ ഒരുപാട് ഹദീസുകളുണ്ട്. നിങ്ങളൊക്കെ എടുത്ത് വെച്ചോളൂ. ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒന്നിച്ച് ചർച്ച ചെയ്യാം. പ്രശ്നമല്ല. ഓരോരോ ഹദീസ് എടുത്ത് ചർച്ച ചെയ്യാം. എടുത്തോളൂ. ഇപ്പം എടുത്തോളൂ. പറഞ്ഞെടുത്തോളൂ. സാധനം എടുത്തോളൂ. ഒരു പ്രശ്നമല്ല. നമുക്ക് യാതൊരു പ്രശ്നമല്ല. പറഞ്ഞു എന്താണ് പറഞ്ഞത്? എനിക്ക് യാതൊരു ലിമിറ്റും ഇല്ല. പ്രവാചകന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരിക എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടോ? ഒരു ചെറിയൊരു വിശദീകരണത്തോട് പറയണത് എന്താ വെച്ചാൽ ശേഷം എന്നുള്ള പദം ഞങ്ങൾ ഉപയോഗിക്കാറില്ല. കാരണം മുഹമ്മദ് നബിക്ക് ശേഷമല്ലാത്ത ആളാണ് മുഹമ്മദ് നബി. ഖിയാമത്ത് വരേക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയല്ല, അവസാനിക്കാത്ത നബിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഖിയാമത്ത് വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യർക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ ശേഷം എന്ന് പറഞ്ഞിട്ട് അതെന്താ പറയുക, പിന്നെ ആണും പെണ്ണും കൂടിച്ചേർന്ന് നിസ്കരിക്കാറുണ്ട് ഒരു കളി കളിക്കലുണ്ടല്ലോ. സംഗതി രണ്ടോടത്താണ് നിസ്കരിക്കുക, പക്ഷെ ഓടിച്ചേർന്ന് നിസ്കരിക്കാറുണ്ട് കണ്ട് ആൾക്കാരെ സ്വീപ്പാക്കലുണ്ട്. ഇതേപോലെ ഞങ്ങളെ ആൾക്കാരെ ആക്ഷേപിക്കാൻ വേണ്ടി കൂടുന്നതാണ് ഈ ശേഷം എന്നുള്ള പദം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരും, ഇത്രയുള്ളൂ ഞങ്ങൾക്ക് വിശ്വാസം. നബി തിരുമേനിയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ ഉമ്മത്തിൻ്റെ ശേഷമോ അല്ലെ അപ്പുറപ്പുറോ വേറെ ഇവിടുന്ന് യാതൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി വരും എന്നുള്ളത് അത് പഴയതാണോ പുതിയതാണെന്നുള്ള തർക്കം നമ്മൾ തമ്മിലുള്ളൂ. ഞങ്ങൾ പറയുന്നത് പഴയ ആളല്ല, പിന്നെ ഒരാൾ വരുന്ന ഒരാളെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം. ഇനി നിങ്ങൾക്ക് പറയണ്ടാവും ലാനബിയവാദില്ലേ, ലാനബിയവാദി എന്ന് വന്നിട്ടില്ലേ? അതേപോലെ തന്നെ മുഹമ്മദിന്റെ ഉമ്മത്തിൽ പ്രവാചകൻ വരാനുണ്ട്, ഖുർആനിൽ എവിടെ വന്നിട്ടുള്ളത്? ഖാത്തമുൻ നബി വന്നിട്ടില്ലേ? ഒരു അവസാനത്തെ നബി എന്ന് വന്നിട്ടില്ലേ? ഇതൊക്കെ വാദങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വളരെ അള്ളാഹിനെ മുൻനിർത്തിയിട്ട് നമ്മളെ ഈമാനെ നമ്മൾ കളയാതെ അള്ളാഹു ഇതിന് സാക്ഷിയാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധമുണ്ട്. മറ്റ് തർക്കത്തിലേക്ക് പോകാൻ എനിക്ക് നേരമല്ല, ഞാനായിട്ട് പോകലില്ല. അതിന് വേണമെങ്കിൽ ഒരു വിവാദമൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അടിച്ച് പഠിച്ചാൽ നമ്മൾ തർക്കവും വിവാദമൊക്കെ അതിനുള്ള തിറമ എങ്ങനെയുണ്ട്, അതിനുള്ള എന്തൊക്കെ നമ്മൾ ചാതുര്യമുണ്ട് എന്നൊക്കെ നമ്മൾ കാട്ടിക്കൊടുക്കും. അത് വേറെ കഥയാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഇപ്പോൾ ഖാത്തമുൻ നബി എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പറയണതിന് അർത്ഥമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖാത്തമുൻ നബീൻ്റെ അവസാനത്തെ അർത്ഥത്തിന് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്രയും ചർച്ച ചെയ്ത് അതിനായിരുന്നു. ഖുർആനിൽ എവിടെയും അവസാനത്തെ നബി എന്ന് വേറെ ഏതൊരു ആയത്തിനുണ്ട് നമുക്ക് എടുക്കാം. അതേസമയത്ത് ഖുർആനിലെ അവസാനത്തെ നബി എന്ന് പറഞ്ഞാൽ ഇനി നബി വരില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള വിശ്വാസമല്ല എന്ന് ഖുർആനിലൊരായത്ത് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതല്ലേ നമ്മൾ എടുക്കേണ്ടി വരിക. അതേപോലെ ഇനി എനിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരു പ്രവാചകൻ, ശേഷം എന്നുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന ഉമ്മത്തിലാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദിയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്ന് ഖുർആനിലുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കേണ്ടി വരുമല്ലേ? ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കാര്യം ആദ്യം ആലോചിക്കും. ഞാൻ അതാണ് ചർച്ച ഇത് പറഞ്ഞത്. പിന്നെ നോക്കേണ്ടത് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാനബിയവാദി എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം പ്രവാചകനില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഖുർആനിൽ നബി വരുന്നുണ്ട്, ഹദീസിൽ വരില്ല എന്ന് വേണമെങ്കിൽ കുടുങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ എങ്ങനെ നമുക്ക് അതിനെ തീർക്കാൻ കഴിയും? അത് വാസ്തവത്തിൽ വൈരുദ്ധ്യമാണോ അല്ല വൈരുദ്ധ്യമില്ലാത്ത കാര്യമാണോ? ഇതാണ് പിന്നെ ചർച്ചയുടെ വശം. ഇതിൽ നിങ്ങൾക്ക് എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. ഹദീസിൽ നിന്ന് തുടങ്ങണോ, ഖുർആനിൽ നിന്ന് തുടങ്ങണോ, ഹാത്തമിൽ നിന്ന് തുടങ്ങണോ, നബി വരില്ല എന്ന് തുടങ്ങണോ, റസൂലുള്ളാഹിക്ക് ശേഷം നബി ഉണ്ടെന്ന് ഖുർആനിൽ ഉണ്ടെന്നുണ്ടോ, എന്താണോ നിങ്ങളെ ഇഷ്ടം പോലെ പറയാം. അതെങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ പറയുന്ന അള്ളാഹാണ് സത്യം. എൻ്റെ റബ്ബിൻ്റെ പിന്നെ ഏത് റബ്ബിൻ്റെ കയ്യിലാണ് എൻ്റെ ജീവനുള്ള ആ റബ്ബാണ് സത്യം. ഞാൻ മനസ്സിലാക്കിയ ഖുർആൻ അള്ളാഹിനെ മുൻനിർത്തിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഒരാളെ ഈമാനെ കുഴപ്പമാക്കണമെന്ന് ആരും കുഴപ്പത്തിലാക്കണമെന്ന് ഞാൻ കുഴപ്പത്തിലാക്കാൻ എൻ്റെ കാര്യം നോക്കിയപ്പോൾ എനിക്ക് വേറെ ആരെയും കുഴപ്പത്തിലാക്കണം വേറെ കാര്യമല്ലേ? ആ ഒരു അർത്ഥത്തിലാണ് ഞങ്ങളോട് വർത്തമാനം പറയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഏതോ പരിചികൾ പറഞ്ഞത് ഞാൻ റെഡിയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അന്ത്യനാൾ വരെയുള്ള ഒരു പ്രവാചകനാണ്. ആണ്. പ്രവാചകനാണെങ്കിൽ എന്തുകൊണ്ട് ഇടയിലൊരു പ്രവാചകന്റെ ആവശ്യകത എന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഉമ്മത്തിൽ ഇബ്നു മറിയം എന്ന പേരിൽ ഒരാൾ വരും. കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും വ അമ്മക്കും മിൻകും. ബുഖാരിയിലുള്ള ഹദീസ്, മുസ്ലിമിലുള്ള ഹദീസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാമായി നിങ്ങളിൽ നിന്ന് ഇബ്നു മറിയം വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അതിന് ബുഖാരി തന്നെ മുസ്ലിമിൽ തന്നെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒരു സഹാബി അതിന് ചോദിക്കാൻ അപ്പം അമ്മക്കും മിൻകും എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇമാമായി എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? വഖാല ഇബ്നു അബീ സൈബിൻ, ഇബ്നു അബീ സൈബ് പറയാണ്, പിന്നെ അമ്മക്കും മിൻകും എന്നതിന് എന്താണ് അർത്ഥം നിങ്ങൾക്ക് അറിയാം? എന്നിട്ട് അദ്ദേഹം തന്നെ എന്നെ വിശദീകരണം പറഞ്ഞു, അമ്മക്കും ബി കിതാബ് റബ്ബിക്കും അസ്സ വജല്ല ബി സുന്നത്തി നബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ കിതാബ് അനുസരിച്ചും നിങ്ങളുടെ നബിയുടെ സുന്നത്ത് അനുസരിച്ചും വഴി നടക്കുന്ന ഇമാമായിരിക്കും എന്ന് പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനും, അതായത് അള്ളാഹിൻ്റെ കലാമും റസൂലുള്ളാഹിൻ്റെ സുന്നത്തും അനുസരിച്ച് വഴി നടത്തുന്ന ഇമാമത്ത് വഹിക്കുന്ന ഒരു ഇബ്നു മറിയം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ആ വരുന്ന ഇബ്നു മറിയം പ്രവാചകനായിരിക്കും എന്ന് മുസ്ലിമിൽ 4 പ്രാവശ്യം ഒരേ ഹദീസിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. മുസ്ലിമിലുള്ള ഹദീസിൽ കിതാബുൽ ഫിത്നിൽ ബാബു ഖുറൂജുദ് ദജ്ജാലിൽ ഒരേ ഹദീസിൽ 4 പ്രാവശ്യം നബിയുല്ലാഹി ഈസ സഹീഹ് മുസ്ലിമിൽ അബ്വാബുൽ ഫിത്നിൽ ബാബു ഖുറൂജുദ് ദജ്ജാലിൽ ഉള്ള ഹദീസാണ് പറയുന്നത്. ഞാൻ പറയുന്ന ഒറിജിനൽ സഹീ മുസ്ലിമില് പരിഭാഷയുടെ ഞാൻ തരാൻ പോയി, ഞാൻ പരിഭാഷ വായിക്കാറില്ല, ഞാൻ അതന്നെ നേരിട്ട് വായിക്കലുള്ളൂ. ഒന്നുമില്ല, ഞാൻ പച്ചയിൽ പറയുന്ന സഹീ മുസ്ലിം കുത്താവിന്റെ അടുത്ത് വേണമെങ്കിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് അടിച്ചത്. സഹീഹുൽ മുസ്ലിം ഇത് മുസ്ലിമിലുള്ളതാണ്. അതാ പറയണത്, അല്ലാതെ അതിന്റെ വേറെ എവിടേക്കും പോകില്ല. ഒറിജിനൽ മുസ്ലിം നിങ്ങളും കൊടുക്കുന്ന അതിലാണ് കാട്ടിത്തരാം. ഞാൻ പ്രവാചകൻ എന്ത് പറയുന്നത്? നബിയുല്ലാഹി ഈസ എന്നൊരു നീണ്ട ഹദീസാണ്. അതിൽ 4 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഈസ വരും. പ്രവാചകനായ ഈസ ജനങ്ങൾ പിന്നെ വലയത്തിലിടും. പ്രവാചകനായ ഈസയും അദ്ദേഹത്തിൻ്റെ സഹാബത്തും അവരുടെ ഇടയിലേക്ക് വരും. പ്രവാചകനായ ഈസാക്ക് അള്ളാഹു വഹി അറിയിക്കും. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഡൗട്ടുണ്ട്. ഏത് ആ വിഷയത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഏത് ആ വിഷയം മുസ്ലിങ്ങൾ അംഗീകരിക്കുക, ഈസാ നബി അലൈഹി സ്വലാം വരുന്നുണ്ട്. അപ്പോൾ അല്ല, അപ്പോൾ ഒരു സെക്കൻഡ്, നിങ്ങളെ ഡൗട്ട് മുസ്ലിങ്ങൾക്ക് ഡൗട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. എങ്ങനെ നബി വരും എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ടാണ്. മുസ്ലിങ്ങൾക്ക് ആർക്കും ഡൗട്ടില്ല, റസൂലുള്ള പറഞ്ഞാണ് ഈസാ നബി വരുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത് വരൂല എന്ന് പറയുന്നത്. അല്ല, വരൂല, നബി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. റസൂലുള്ള ഖിയാമത്ത് വരെയുള്ള പ്രവാചകനായിരിക്കും, പിന്നെ എന്തിനാണ് വരുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, ഈസാ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകനാണല്ലോ. ഇവിടെ വരുന്നത് മുമ്പാണോ പിൻപാണോ? പറയട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാം എന്തായിരിക്കും പ്രബോധനം നടത്തിക്കണം. പിന്നീട് നമ്മുടെ വിശ്വാസപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വാൻലോകത്തേക്ക് ഉയർത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ രീതി വെച്ച് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചെയ്തിരിക്കുന്നത് അവസാന കാലഘട്ടത്തിൽ ഇബ്നു മറിയം നിങ്ങളിൽ ഇറങ്ങുന്നു പറഞ്ഞിരിക്കണം. അത് മുസ്ലിങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇതാണോ മറ്റേ ഞങ്ങൾ ചോദിച്ചതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തുടർച്ചയായി പ്രവാചകന്മാർ വന്നുകൊണ്ടേയിരിക്കുമെന്നൊരു വാദം ഉണ്ടോ? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത്, ഞങ്ങളോട് ഇത്രയും പറഞ്ഞത് ഉമ്മത്തിൽ വരുന്ന ഒരാൾ പ്രവാചകനാണ് എന്ന വാദമാണ് ഞങ്ങൾക്കുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ വരുന്ന ഒരു പ്രവാചകനെ കുറിച്ച് പ്രവാചകന്മാര് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തിനു മാരെ കൊണ്ടോണ് ഇല്ലാന്ന്. അതുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു ഇല്ലാന്ന് പറയുമ്പോ നിങ്ങൾ അങ്ങനെ തന്നെ എന്നോട് പറയിപ്പിച്ചിട്ട് മറുപടി അറിയിപ്പിക്കാം. നിങ്ങൾ ഏതോ ഒരു ഖലീഫ പറഞ്ഞു 1000ഓളം പ്രവാചകന്മാർ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ബഷീറുദ്ദീൻ. നിങ്ങൾ ആദ്യം ആരോട് പറഞ്ഞേക്കണം ഉദ്ധരണി പറയണം. അത് എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞിരുന്നോന്നൊക്കെ ചോദിച്ചാൽ ഞാനതിന് മുമ്പ് ഒരാളത്തുനിന്നും അങ്ങനെ കേട്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാത്തതിനെ കൊണ്ട് എന്താണെന്ന്. അല്ല, ഇനി ഒരു കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞെന്ന് ഞാൻ പറയട്ടെ. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒരു ദൂതൻ വരുമെന്ന് റസൂലുള്ള പറയണം. നിങ്ങൾ പറയുന്നത് പഴയ ഈസാ നബി ആണെന്ന്. അതിന് മുമ്പേ നബി ആയതുകൊണ്ട് പിന്നെ വരുന്നതുകൊണ്ട് പുതിയ നബി അല്ല എന്നും പറയുന്നു. ഇത് പഴയ നബിയാണെന്ന് റസൂലുള്ള എവിടെയെങ്കിലും പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇസ്രയേലിൽ വന്ന ഈസാ നബി ആണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിരിക്കണം. എവിടെ പറഞ്ഞിരിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാമിയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
എവിടെയാണ് ഏതെങ്കിലും ഇമാം പറഞ്ഞത് നിങ്ങൾക്ക് റസൂലുള്ള പറഞ്ഞതായിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിലാണ്. എന്താ ഉള്ളത്? എങ്ങനെയാണെന്ന് വിളിച്ച് ഇന്ന് പറയണ്ട, പിന്നെ കാണുമ്പോൾ പറഞ്ഞാലും മതി. എനിക്കിപ്പോ ഒന്ന് പറയണ നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് പറയട്ടെ. അതായത് ആ ചോദ്യം ഞാനെന്താ പറയുന്ന അറിയോ? ഇസ്രയേലിയർക്ക് പ്രവാചകനായി വന്നിരുന്ന ഒരു ഈസാ നബി ഉണ്ട്. ഇസ്രയേലിയർക്ക് പ്രവാചകനായി വന്നിരുന്ന ഈസാ നബി അല്ലെങ്കിൽ പഴയ ഈസാ നബി, നിങ്ങൾ പറഞ്ഞു മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഈസാ നബി. ഞങ്ങൾ പറയണത് പഴയ ഈസാ നബിയാണ്. എന്താ നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞാൽ പോരാ, അത് റസൂലുള്ള പറഞ്ഞോന്നാ എനിക്കറിയേണ്ടത്. പറഞ്ഞതായിട്ട് ഇമാമികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് റസൂലുള്ള പറഞ്ഞതായിട്ട് എന്ന് പറയുമ്പോൾ റസൂലുള്ള പറഞ്ഞ തെളിവാണ്. പൊതുവെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമാമിങ്ങൾ തരും അങ്ങനത്തെ ഒരു അപ്പൊ ഞാൻ വേറൊരു ഇമാം അതല്ല എന്ന് പറഞ്ഞും കൂടി എടുത്താല് ആ രണ്ട് ഇമാമിനോട് നിങ്ങൾ എന്താ പറ്റുക? ഞാനൊരു ഇമാമിനെ കുറിച്ച് പറയാണ്. അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പള്ളി ദർസുകളിൽ കിതാബ് ഓതുമ്പോൾ നഹ്വിന്റെ കിതാബ് ഓതുന്ന ഒന്ന് ഇബ്നുൽ വർദിയുടെ കിതാബാണ്. അല്ലേ? ഇബ്നുൽ വർദിന് വളരെ നഹ്വിന്റെ കാര്യത്തിൽ വളരെയധികം ഇബ്നുൽ വർദി പറഞ്ഞ 749 ഹിജ്റയിൽ വഫാത്തായ ആളാണ്. ഇബ്നുൽ വർദി, അല്ലാമ സിറാജുദ്ദീൻ ഇബ്നുൽ വർദി. ഞാൻ കേട്ടിട്ടുണ്ട് ചില കിതാബുകളിൽ എന്തോ ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അപ്പൊ പ്രശ്നമുണ്ട് പറഞ്ഞ പ്രശ്നമുള്ള ഇമാമിനെ നിങ്ങൾ ഇമാമിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ചായ അടിച്ചിട്ടുള്ളത് അതാണ് തണുത്തുപോകും ചെയ്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നല്ല ആലോചിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ആ നിവേദക പരമ്പര ഇതൊക്കെ നോക്കി അത്ര മതി. ഇമാം റാസി പറയുമ്പോൾ അതിൽ നിവേദക പരമ്പരയിലോട് കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഇസ്രായേലിയർക്ക് പ്രവാചകനായി വന്ന ഈസാ നബി അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ഈസാ നബി ഈ ഉമ്മത്തിൽ രണ്ടാമതും വരും, അല്ലെങ്കിൽ പഴയ ഈസാ നബി. നിങ്ങൾ ഈ പറഞ്ഞ മൂന്നിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരും. എനിക്ക് വേറെ പണിയൊന്നുമില്ല. അതേ സമയത്ത് അതില്ലെങ്കിൽ ഞാൻ പറയുന്ന കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ടേ. ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. മനോരമ വരെ അംഗീകരിക്കും. ഖുർആനെതിരായിട്ട് പറഞ്ഞ ഒഴിവാക്കും. ഖുർആനെതിരായിട്ട് പറഞ്ഞ ഒഴിവാക്കും. എല്ലാം അംഗീകരിക്കും. അതാ ഞാൻ പറഞ്ഞത്, എന്തും അംഗീകരിക്കാം. ഇമാം റാസി വലിയൊരു പണ്ഡിതനാണെന്നും ഇമാം റാസി പറയുന്ന കാര്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഇമാം റാസിക്ക് ചില അബദ്ധങ്ങൾ പണഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. അതിന് തെളിവ് ഖുർആനാണ്. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കണാണ്. ഞങ്ങൾ മാത്രമല്ല. റാസി പറഞ്ഞ ഒക്കെ എടുക്കൂല. അല്ല, ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിവുണ്ടെങ്കിൽ വേറൊരു ഇമാം തന്നെ പറഞ്ഞിട്ടുണ്ടാവും അത് അബദ്ധമാണ്. എന്നാലും വേണ്ടില്ല. ഖുർആൻ കൊണ്ട് തെളിവുണ്ട് ഞങ്ങൾ വിശ്വസിക്കണേ. നിങ്ങൾക്ക് വേറൊരു പണ്ഡിതനെ തന്നെ തരും. ഈസാ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും ശേഷം എന്താണ് വരുന്നത്? ഞാൻ ചോദിക്കുന്നത്, മുഹമ്മദ് നബിക്ക് ശേഷം വരുന്ന ആൾ ഒരു സ്വതന്ത്ര പ്രവാചകനാണോ എന്നുള്ളതാണ്. സ്വതന്ത്രമല്ല. സ്വതന്ത്ര എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു പക്ഷെ നിങ്ങൾ സ്വതന്ത്ര എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീഅത്തല്ലാതെ മറ്റൊരു ശരീഅത്തിൽ വരുന്നതിനല്ലേ? അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി റസൂലുള്ളയാണ് എനിക്ക് വഴികാട്ടി എന്ന് വിചാരിച്ച് റസൂലുള്ളാഹിനോട് സ്നേഹ പ്രകടനങ്ങൾ നടത്താത്ത ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ഒരനുഗ്രഹവും കിട്ടൂല. നബിയല്ല, സാലിഹു, ഷഹീദും ഒന്നും ആകാൻ പറ്റില്ല എന്നാണ്. പിന്നെ നുബുവത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതാണ് സ്വതന്ത്രത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പണ്ടുള്ള പ്രവാചകന്മാർ മൂസാ നബിനെ പിൻപറ്റിയിട്ടല്ല ഈസാ നബിക്ക് കിട്ടുന്നത്. ഈസാ നബിക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ്. അതേപോലെ മൂസാ നബിയുടെ ശേഷം വന്ന ഇഷ്ടംപോലെ പ്രവാചകന്മാരൊന്നും ആരും മൂസാ നബിയുടെ വഴികാട്ടിയായിട്ട് സ്വീകരിച്ചിട്ടല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴേ മറ്റെല്ലാ പ്രവാചകന്മാരുടെയും ഡ്യൂട്ടി ഒരുമിച്ച് റസൂലുള്ളാഹിയാണ് നിർവഹിക്കുന്നത്. സകല കാലത്തേക്കും സകല ലോകത്തേക്കും സകല ഗോത്രങ്ങൾക്കുള്ള പ്രവാചകനാണ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും എന്തൊരു സ്ഥാനം ഉണ്ടായിരുന്നോ ആ സ്ഥാനങ്ങളൊക്കെപ്പാടെ കൂട്ടിയിട്ട് ത്രാസിൽ വെച്ചാൽ റസൂലുള്ളാഹിനെ മറ്റേ ത്രാസിൽ വെച്ചാൽ രണ്ടുപേരെ മാതിരിയായിരിക്കും. അതിനേക്കാൾ കൂടുതലേക്കാണ് റസൂലുള്ളാഹി. കാരണം കാലം അതിനേക്കാൾ നീണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇനി ഒരു പ്രവാചകത്വം എന്തുണ്ടെങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വിട്ടുകൊണ്ട് റസൂലുള്ളാഹിനെ പിൻപറ്റാതെ സ്വതന്ത്രമായിട്ട് ആർക്കും കിട്ടില്ല. ഞാൻ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നോട്ടാണ് പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹിന്റെ ശരീഅത്ത്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രവാചകൻ വരും, ഈസാ നബി എന്ന് പറഞ്ഞ 2000 കൊല്ലം മുമ്പുള്ള അല്ലേ ഞാൻ പറഞ്ഞത്. ഇനി എനിക്ക് പറയാനുള്ള എന്താ അറിയോ, അവിടെ വെക്കുമ്പോഴാണ് പിന്നെ കാര്യങ്ങൾ ചർച്ചയിലേക്ക് നീങ്ങുന്നത്. ഈസാ നബി, നിങ്ങൾ പറഞ്ഞ ഈസാ നബി ഈ ലോകത്തേക്ക് വരൂല എന്ന് മാത്രമല്ല, മരിച്ചിരിക്കുന്നു, തിരിച്ചു വരൂല എന്ന്
മുഹമ്മദ് നബിയും പറഞ്ഞിക്കണ്, ഖുർആനും പറഞ്ഞിക്കണ്, ഇമാമിങ്ങളും പറഞ്ഞിക്കണ്. ഒരു കാര്യം അതിനെതിരായിട്ട് കൽപ്പിച്ചുകൂട്ടി നമ്മൾ വിശ്വസിക്കണം. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഈസാ നബി മരിച്ചിട്ടുണ്ട്. പിന്നെ ഖുർആൻ പറയാണ് ഈസാ നബി മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ചോദിച്ച തഫ്സീറിൽ ഓർഡർ ഉണ്ടല്ലോ, ആ കണക്കിലാണ് പറയുന്നത്. ഖുർആനിലൊരായത്തിന് മുഹമ്മദ് നബി കൊടുത്ത വ്യാഖ്യാനം, എന്നിട്ട് നിങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ഇബ്നു അബ്ബാസിന്റെ നിവേദനം, അപ്പോൾ ഇബ്നു അബ്ബാസിന്റെയും വ്യാഖ്യാനം, പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ബുഖാരിയാണ് ആദ്യം അംഗീകരിക്കുന്നത്, ആ ബുഖാരിയിലുള്ളത്, വേറെ എങ്ങോട്ടും പോലുള്ള കിതാബ് തഫ്സീറിലുള്ളത്, വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വ്യാഖ്യാനം ഇമാം ബുഖാരി എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു പോയിട്ടുണ്ടെന്നും അദ്ദേഹം ഇനി തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നതല്ലെന്നും വ്യക്തമായിട്ട് ഖുർആനിലുണ്ട്. ബുഖാരി എന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്, ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരും, എവിടെ മരണപ്പെട്ടു, അങ്ങനെ ഒരു ഹദീസുണ്ട്. ഉണ്ടോ? എവിടെ? ബുഖാരി പറഞ്ഞ ഹദീസോ? ഞാൻ ചാലഞ്ച് ചെയ്യാണ്. ഈസാ നബി മരിച്ചിട്ടില്ല, ഈസാ നബി തന്നെ തിരിച്ചു വരുന്നു ബുഖാരി പറഞ്ഞ ഹദീസ്. തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരും എന്നുള്ള പദം പറയേണ്ടി വരും. ഈസാ നബി അലൈഹി സ്വലാം, അതായത് ആ തിരിച്ചു വരും എന്നുള്ളത് നമ്മളെ വാക്കിലുണ്ടാവും, ഇതുണ്ടാവും, ശ്രദ്ധിച്ചോ ആശയം. ഈസാ നബി അലൈഹി സ്വലാം മുമ്പുള്ള ഈസാ നബി തിരിച്ചു വരും എന്ന് പറയണം. അതായത് ആ ഈസാ നബി അലൈഹി സ്വലാം വരും എന്നുള്ളത് ബുഖാരി പറഞ്ഞു, ബുഖാരി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബുഖാരി പറഞ്ഞത് ഈസാ നബി വരും എന്നുള്ളത് എന്താണെന്നറിയാം എന്ന് ബുഖാരിയിലുള്ള ഞാൻ പറയാം. കൈഫ അൻതും ഇദാ നസല ബിനു മറിയമ ഫീക്കും വ ഇമാമക്കും മിൻകും. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞതാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാമായി നിങ്ങളിൽ നിന്ന് ഇബ്നു മറിയം വരുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. വേറെ എവിടുന്ന് വരുന്നതല്ല, നിങ്ങളിൽ നിന്ന് വരുമ്പോൾ. ഇമാമക്കും മിൻകും, മിൻകും എന്നുള്ള പ്രയോഗം ഖുർആനിൽ 80ഓളം സ്ഥലങ്ങളിലുണ്ട്. ഒക്കെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ബനി ഇസ്രായേലിൽ നിന്ന് വരുന്നതോ പഴയ കാലത്ത് നിന്ന് വരുന്നതോ വേറെ അടുത്ത് ആകാശത്ത് നിന്ന് വരുന്നതോ ഒന്നുമല്ല. ഇനി ഒരു കാര്യം, ആകാശം എന്നുള്ള വാക്ക് എവിടെയില്ല. ഈ ആകാശം എന്നുള്ള വാക്ക് എവിടെയും സഹീഹായ ഒരു ഹദീസിലില്ല. മറ്റൊരു കാര്യം, ഈസാ നബി മരിച്ചിട്ടില്ല എന്നുള്ള സഹീഹായ ഒറ്റ ഹദീസും ലോകത്തില്ല. മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും ലോകത്തില്ല. ഇതൊക്കെ എഴുതി വെച്ചോളൂ, ഒക്കെ എഴുതി വെച്ചിട്ട് എനിക്ക് തരണം. എനിക്കൊന്നും എഴുതല്ല, ഞാൻ വലിയ അടങ്ങാറുള്ളത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ വിഷയങ്ങളൊന്നും നമ്മൾ കുറച്ച് അല്ല, നിങ്ങൾ ആക്കത്തിന് വന്നു, നമുക്ക് ഇനി ഉണ്ടല്ലോ, നമ്മളിപ്പോ ഖിയാമത്ത് നാളെയൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ ആ വിഷയത്തിലേക്ക് വരാനുള്ളത് ഈസാ നബി അലൈഹി സ്വലാം അല്ലാതെ ഇപ്പൊ നിങ്ങൾ പറയുന്ന ആ രീതി നമ്മളിൽ നിന്നൊരു ഒരാൾ വന്നു, അത് ഈസ എന്ന പേര് അദ്ദേഹത്തിനുണ്ട്. ആ ഈസ അല്ല, ഇവിടെ വരുന്ന ഈസ എന്നുള്ള പേരുണ്ട്. ഈ ഈസാ നബിക്ക് ശേഷം നമ്മളിൽ നിന്നുള്ള ഈ ഈസ, അതിനുശേഷം അതിനുശേഷം മറ്റൊരു പ്രവാചകൻ ഇതേ തോതിൽ വരുന്നതായിട്ട് അഹമ്മദികൾ എവിടെ എഴുതിയിട്ടില്ല, ആരും പറയുന്നിട്ടില്ല, ആർക്കും വിശ്വാസമല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ല. ഏത്? ഞങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ഞങ്ങൾക്കുള്ള ഐഡിയ ഉള്ളത് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐഡിയ തന്നിട്ടുണ്ട്. പിന്നെ ഈ അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ഈസാ ഇബ്നു മറിയമിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ആ ഐഡിയന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്നുള്ള ഐഡിയ റസൂൽ തന്നിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രവാചകനെ കുറിച്ചുള്ള ഐഡിയ റസൂൽ തന്നതായിട്ട് ഞങ്ങൾ അറിയപ്പെട്ടിട്ടില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അതിന് ഐഡിയ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ തന്നത് തിന്നിട്ട് ദഹിക്കാത്ത നിങ്ങൾ ഇനി അടുത്തത് എന്താ വരികയെന്ന് ആലോചിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ്. എന്താ പറയുക, ഇവിടെ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഈ പ്രവാചകന് ശേഷം മറ്റൊരു ഇത് കിട്ടി നിങ്ങൾക്ക് ഉണ്ടല്ലോ, വ്യക്തമായിട്ടൊരു ധാരണ, ഒരു ഐഡിയ കിട്ടണമല്ലോ. ഒരു പ്രവാചകൻ വരുമെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടണം. ഇനിയും പ്രവാചകന്മാർ വരുന്നുള്ള ഒരു ഐഡിയ ആണല്ലോ. എന്താ ആവശ്യം? എന്താ വെച്ചാല് നിങ്ങൾ പറയുന്ന രീതിയിൽ ഇപ്പൊ ഖാത്തമുൻ നബീൻ എന്തില്ല, ഖുർആൻ അവസാനമാണെന്നും പറയില്ല, പ്രവാചകൻ അവസാനമാണ്. അത് ഒരാൾക്ക് വരാനും 100 ആൾക്ക് വരാനും ഒരു വാതിൽ തുറന്നാൽ മതി. അല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് മനസ്സിലായി. ഖുർആനിൽ നബിമാർ വരുന്നുള്ള ഞങ്ങൾ ആയത്തുകൾ വെക്കുമ്പോൾ ഇനി വരണല്ലോ, ഒന്ന് മാത്രം പോലെ അതല്ലേ പറയണത്. ഒരാൾക്ക് വരാനും 100 ആൾക്ക് വരാനും തുറന്നു വെക്കാനും ഒരു വാതിൽ തന്നെയാണ്. അത് തുറന്നു വെച്ചിട്ടുണ്ട്. വരുന്നതോ ചർച്ച ഒരാളാണോ 4 ആളാണോ എന്നുള്ള പറയാം. ഞാൻ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് ഈ വിഷയത്തിൽ വരും എന്ന് ആണപ്പോ ഏത് നമ്മൾ നിങ്ങളെ വിശ്വാസത്തിനെ പറ്റി പഠിക്കണം. അപ്പൊ നിങ്ങളത് വ്യക്തമായി ഞങ്ങളെ വിശ്വാസം വരുന്നില്ല വരൂല എന്നില്ല, വന്നാ വിശ്വസിക്കണം എന്നുള്ള വിശ്വാസമുള്ളൂ.
അപ്പൊ വന്നാൽ വിശ്വസിക്കണം എന്നുണ്ടാവണം എന്നുണ്ടെങ്കിൽ അതായത് ഒരു പ്രവാചകൻ ഇവിടെ വരും എന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയണമല്ലോ. വെറുതെ ഒരാളെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ വേണമല്ലോ. കാരണം ദീൻ പൂർത്തീകരിച്ചാണത് അല്ലേ? ദീൻ പൂർത്തീകരിച്ച സ്ഥിതിക്ക് ഒരു ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി ദീനിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇപ്പൊ വ്യക്തമായിട്ട് തന്നെ പറയണതെന്ന്. അതന്നെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ, ഇനി ഒരു നബി വരും എന്ന് വിശ്വസിച്ചാൽ അല്ലെങ്കിൽ ഒരു നബി വരൂല എന്ന് വിശ്വസിച്ചു, ഇതിന് രണ്ടിനും എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കുഴപ്പം? അവിശ്വാസം ഈ രണ്ടും കൂടി കൂട്ടി വിശ്വസിക്കണം. ഒരാളെ വരുമെന്ന് വിശ്വസിക്കണം, ചില വിശ്വസം ചിലപ്പോൾ ആളെ വരൂല എന്ന് വിശ്വസിക്കണം. അതിലെന്താ കുഴപ്പം? ദീനിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ പൂർത്തിയായ ദീനിൽ എന്താ കുഴപ്പമുള്ളത്? കാരണം ഇസ്ലാമിലെ ഒരു വിശ്വാസമാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. ദീൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രവാചകൻ പിന്നെ കടന്നു വരിക എന്നുള്ളത് ഇസ്ലാമിന് വിരുദ്ധമാണ്. ഏത് ഇസ്ലാമാണത്? വിരുദ്ധം എന്ന് പറയുമ്പോൾ ഖുർആൻ അംഗീകരിക്കുന്ന ഇസ്ലാമാണ്ടേ? ഇസ്ലാമിന്റെ കാലത്ത് ദീൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. സുമ്മ ആതൈനാ മൂസൽ കിതാബ തമാമൻ അലല്ലദി അഹ്സന വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ. സൂറ അൻആം 155-ാമത്തെ വചനം. മൂസാ നബിക്ക് നാം നൽകി ഗ്രന്ഥം തമാമൻ അലല്ലദി അഹ്സന, ഉത്തമമായതിലെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട്, വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് ഗ്രന്ഥം നൽകി. അപ്പൊ മൂസാ നബിയുടെ ഉമ്മത്തിന് പൂർണ്ണമായിട്ടുള്ള ഒരു ശരീഅത്താണ് നൽകിയത്. അതിനുശേഷം വഖഫൈനാ മിൻ ബാദിഹി ബിർറുസുൽ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു, നിരന്തരമായി ദൂതന്മാരെ ഞാൻ അയച്ചുകൊണ്ടിരുന്നു. അവരെന്താ ചെയ്തത്? യഹ്കുമു ബിഹൻ നബിയുൻ, തൗറാത്ത് അനുസരിച്ച് വിധികൽപ്പിക്കുക ചെയ്തത്. അപ്പൊ പൂർത്തീകരിച്ച ദീനിലേക്ക് ഇനി നബി വരൂല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ഖുർആന് വിരുദ്ധമാണ് എന്ന് ഖുർആൻ കൊണ്ടാ തെളിച്ച്. നിങ്ങൾ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ആയത്ത് പറയും. നിങ്ങൾ പറയും എങ്ങനെയാണ് പറയും? ഞാൻ ചോദിക്കുന്നത്, ദീൻ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതായത് അൽ യൗമ അക്മൽതു, ഇന്ന് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ ദീനിനാണോ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പൂർത്തീകരിച്ചത്? അതാണ് എന്റെ ചോദ്യം. ഈ ദീന് നമ്മക്കാ പൂർത്തീകരിച്ച്. ഞങ്ങളോട് പറഞ്ഞ എന്താ അറിയാം? ദീന് മൂസാ നബിക്ക് പൂർത്തീകരിച്ചോ നിങ്ങൾ എന്നോട് ചോദിച്ചു. മൂസാ നബിയുടെ സമുദായത്തിന് ആ ദീന് പൂർത്തിയായിരുന്നു എന്നാ പറഞ്ഞത്. സമുദായത്തിന് ഞാൻ ഖുർആന്റെ ആയത്താ വെച്ചത്, തമാമൻ അലല്ലദി അഹ്സന വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണങ്ങൾ അടങ്ങി പൂർത്തിയായ പരിപൂർണമായിട്ടുള്ള ഒരു കിതാബാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ആ ഉമ്മത്തിന് പൂർത്തീകരിച്ചു അല്ലേ? ആ ഉമ്മത്തിന് പിന്നെ നബി വന്ന് അതേപോലെ എല്ലാം പൂർത്തീകരിച്ച ഒരു കിതാബാണ് മുഴു ലോകത്തിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ആ ഉമ്മത്തിൽ പിന്നെ ഒരു നബി വരുന്നു, റസൂൽ എന്നും പറയുന്നു, ഖുർആനും പറയുന്നു. അതാരെ പറഞ്ഞു? നിങ്ങളല്ലേ പറയുന്നത്, ഞാൻ പറയുന്നില്ലല്ലോ. ഈ ദീനല്ല അത്. ഈ ദീന് മുഹമ്മദ് നബിക്കാണ് കൊടുത്തത്. ആ ദീന് ഈ ദീനിലേക്ക് വരുന്ന വഴിയിലുള്ള ആ കാലഘട്ടത്തിന് ആവശ്യമായ ദീനായിരുന്നു. ആ ദീനും ഈ ദീനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുണ്ടോ? ആരാ പറഞ്ഞത് ബന്ധമില്ലാന്ന്? ബന്ധമുണ്ടോ? ബന്ധമല്ല, എല്ലാ നബിമാരും തമ്മിൽ ബന്ധമുള്ളവർ തന്നെയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ദീൻ തന്നെയല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇങ്ങനെ പൂർത്തീകരിച്ചു വന്നത്? അതാണ് എന്റെ ചോദ്യം. ഏത്? അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന് വേറൊരു ദീന്, മൂസാ നബി അലൈഹി ഇസ്ലാമിന് വേറൊരു ദീന്, അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വാദങ്ങളില്ല. ഇല്ലാത്ത വാദങ്ങൾ സാങ്കല്പികമായിട്ട് നമ്മൾ എടുത്തിട്ട് വെറുതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് പറയാനുള്ള എന്താ അറിയോ? മനുഷ്യന്റെ ബൗദ്ധികമായിട്ടുള്ള വളർച്ച, അതായത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള വളർച്ച, അതിനനുസരിച്ചുള്ള ശരീഅത്തുകളും അതിനനുസരിച്ച നടപടിക്രമങ്ങളുമാണ് ഓരോ പ്രവാചകന്മാരുടെ കാലത്തും കൊടുത്തുകൊണ്ട് വന്നത്. അത് മനുഷ്യന്റെ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും മനുഷ്യന് ഒരു പ്ലാറ്റ്ഫോമിൽ സമ്മേളിക്കാനുള്ള സാഹചര്യവും ഉണ്ടായപ്പോഴാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ സാഹചര്യം അന്നില്ലാത്തത് കൊണ്ട് അന്ന് വന്നിരുന്ന ശരീഅത്തുകളിൽ ശാശ്വതമായി നിലനിൽക്കേണ്ട സത്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിന് മാത്രമുള്ളതുണ്ട്. ആ കാലഘട്ടത്തിന് മാത്രമുള്ള ഇപ്പോൾ മൂസാ നബിയുടെ ശരീഅത്തിലുള്ളത്, മൂസാ നബി പറഞ്ഞ എന്താണ്? പിന്നെ അസിന്നു ബിസിന്, പല്ലിനടിച്ച പല്ല്, ആളെ കൊന്നതിന് പകരം കൊല്ലല്. ഈസാ നബിയുടെ ശരീഅത്തിൽ വരുമ്പോൾ എന്താണ്? വലത്തെ ചേടത്ത് അടിച്ച ഇടത്തെ ചേടൂടി കാട്ടിക്കൊടുക്കുക എന്നാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അതിലുണ്ട്. അതിൽ ശാശ്വതമായി നിലനിൽക്കുന്നതിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ പിൻപറ്റുമ്പോൾ അവർ കൊണ്ടുവന്നതിൽ ശാശ്വതമായി നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ പറ്റും നമ്മളെ. അല്ലാതെ ദീന് വേറെ ദീനാണോ മറ്റേ ദീനാണോ അവർ കൊണ്ടുവന്ന ദീന് വ്യത്യസ്തമായിരുന്നു, ഈ വാദം ലോകത്താരും ഉന്നയിച്ചിട്ടില്ല. പിന്നെ എന്താ നിങ്ങളെ ചോദിക്കണില്ല അർത്ഥം? കാരണം മൂസാ നബി അലൈഹി ഇസ്ലാമിന് വേറൊരു ദീനാണ് എന്നുള്ളിടത്താണ് നിങ്ങൾ എത്തിക്കുന്നത്. ആരാ പറഞ്ഞത്? മൂസാ നബിയുടെ സമുദായത്തിന് എന്ത് ശരീഅത്താണോ ആവശ്യമായി, ദീനൊക്കെ പിന്നെ നിങ്ങൾ കൊണ്ടുവരണേ. മൂസാ നബിയുടെ ആവശ്യമുള്ള പരിപൂർണമായ ഒരു ഗ്രന്ഥം കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ദീൻ പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ദീനിന്റെ വിഷയം വരാനുള്ള കാരണം പ്രവാചകന്മാർ ഇവിടെ അവസാനിക്കപ്പെട്ടു. ദീൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ദീൻ പൂർത്തീകരിക്കുകയും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അനുഗ്രഹങ്ങൾ എന്താണ്? ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. ദീനും പൂർത്തീകരിച്ചു. ഇനി ഈ ദീൻ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ പ്രവാചകനെ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സമ്മതിച്ചരാം. ഏത് രീതിയിൽ ഒരു പ്രവാചകൻ വന്ന് മുഹമ്മദ് നബിന്റെ ശരീഅത്ത് അതേ ലെവലിൽ ഇങ്ങനെ കൊണ്ടുവരും. ആ രീതിയിൽ ഇങ്ങനെ ജനങ്ങളെ പ്രബോധനമൊക്കെ ചെയ്തു എന്തൊക്കെയാണോ ഇതൊക്കെ കൊണ്ടുവരും. പക്ഷെ ഇവിടെ മറ്റൊരു വഹീ വരാ എന്ന് പറഞ്ഞാൽ ദീൻ എവിടെ പൂർത്തീകരിക്കപ്പെടും? കാരണം ഇവിടെ വിധിവിലക്കുകൾ വന്നില്ല. വഹി എന്ന് പറഞ്ഞാൽ വിധിവിലക്കാണ് അർത്ഥം. വഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വന്ന വഹി കുറെ അർത്ഥങ്ങളുണ്ട്. വഹീന് ഇവിടെ വന്ന വഹി റസൂലുള്ളാഹി പറഞ്ഞു ഔഹ ഇലാ ഈസ, ഔഹല്ലാഹു ഇലാ ഈസ, ഈസയിലേക്ക് അള്ളാഹ് വഹി അറിയിക്കുന്നു. നിങ്ങൾ പറയുന്ന ഈസാ നബി രണ്ടാമത് വരുമല്ലോ, പഴയ ഈസാ നബി. ആ വരുന്ന ഈസാ നബിക്കും വഹി ഇറങ്ങുന്നതാണ് മുസ്ലിമിലെ ഹദീസിലുള്ളത്. അപ്പൊ അതിലിറങ്ങുമ്പോൾ അങ്ങനെ ദീന് പൂർത്തീകരിച്ചതിന് ശേഷം വിധി വിലക്ക് വരൂലേ? പൂർത്തീകരിച്ച ദീനിൽ പിന്നെ വിധി വിലക്ക് വരൂലേ? രണ്ടാമത് വഹി എന്താ വരല്? എങ്ങനെ വരാൻ റസൂലുള്ളാഹി പറഞ്ഞു വരും? നിങ്ങൾ എങ്ങനെ വരാന്ന് വെച്ചാൽ നമ്മളെ കുതിരാക്കണ മാതിരിയുള്ള വർത്താനം. വഹി ഇറങ്ങുമ്പോ അപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് വഹി ഇറങ്ങുന്ന ഈസാ നബിക്ക് ഇറങ്ങും എന്ന് പറയണം. നിങ്ങൾ പറയണം വഹി ഇറങ്ങിയാൽ പൂർത്തീകരിച്ച ദീനിൽ വിധിവിലക്ക് പിന്നെയും വരും. അപ്പൊ നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റും. പറയും. ഈസാ നബി അലൈഹി സ്വലാം പറയുന്ന കാര്യങ്ങൾ മുഹമ്മദിയ ശരീഅത്തിൽ നിന്നുകൊണ്ടായിരിക്കും. മനസ്സിലാവണ്ടോ? പുതിയൊരു വിധിവിലക്കുകൾ ഈസാ നബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. അതന്നെ ഇവിടെ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിഷയത്തിനെ അല്ല, മുഹമ്മദ് ഇവിടെ വരുന്ന മിർസാ ഗുലാം മുഹമ്മദ് ഇസ്ലാമിന്റെ വാദവും പുതിയ ഒരു ഭാഗമല്ല. ആ വിധികളൊക്കെ തന്നെ വരുന്നുള്ളൂ, വേറെ വഴക്കൊന്നും വരുന്നില്ല. ഇനി ആ ഒരു വിഷയത്തിലാണ് ചില സ്വഹീഹുൽ ബുഖാരിക്കൊക്കെ പെട്ട ഖാത്തമുൻ നബി എന്ന് പറയുന്ന ചില ഹദീസുകളാണ്. ഞാൻ എടുത്തോളൂ ഹദീസ് ഏത് വേണം എടുത്തോളൂ, എവിടെയുള്ള ഹദീസ് വേണം എടുത്തോളൂ, എനിക്കൊരു പ്രശ്നമല്ല.